തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അപാകതയുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് വി.ഡി. സതീശൻ പരാതി ഉന്നയിച്ചത്. വോട്ടർ പട്ടിക അടിയന്തരമായി പ്രസിദ്ധീകരിക്കണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും മഹേഷ് ചന്ദ്രൻ ചേരുകയാണ്. മഹേഷ്, ഗുരുതരമായ ആരോപണങ്ങളാണ് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉന്നയിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെല്ലാമാണ് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾ? അടിയന്തരമായുള്ള ആവശ്യങ്ങളും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? സംഗീത, ഇന്ന് രാവിലെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അപാകതയുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടില്ല, അത് എത്രയും വേഗം പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. തദ്ദേശ വാർഡ് കരട് വിജ്ഞാപനത്തിൽ ഗുരുതരമായ അപാകതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. മാർഗരേഖയുടെ ലംഘനമുള്ളതായിട്ട് പറഞ്ഞതാണ്. അതൊന്നും തിരുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം നിവേദനത്തിൽ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തുല്യ ജനസംഖ്യ ഉറപ്പുവരുത്തിയിട്ടില്ല വാർഡുകളിൽ അൺഓതറൈസ്ഡ് വീടുകൾ കൂടി ജനസംഖ്യ തിട്ടപ്പെടുത്താൻ വേണ്ടി കണക്കെടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അത് നടന്നിട്ടില്ല. ആൾതാമസമില്ലാത്ത ഫ്ലാറ്റുകൾ അത് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം, അതിനെ കണക്കെടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ജനസംഖ്യ നിർണ്ണയിക്കുന്നതിൽ അതിൽ ഗുരുതരമായ അപാകത ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഉത്തരവും കമ്മീഷന് പരിഗണിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന ഗുരുതരമായ ആക്ഷേപവും വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്നു. പോളിംഗ് സ്റ്റേഷൻ്റെ കാര്യങ്ങളിലും പ്രായോഗികമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. പഞ്ചായത്തുകളിൽ ഒരു ബൂത്തിൽ 1300 വോട്ടർമാർ എന്നത് 1100ആയും നഗരസഭകളിൽ 1600 എന്നത് 1300ആയും നിശ്ചയപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കാരണം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു വോട്ട് മാത്രം ചെയ്താൽ മതി. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 3 വോട്ടുകൾ വരെ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൂത്തിൽ ഇത്രയധികം വോട്ടർമാർ ഉണ്ടാകുന്നത് ഗുരുതരമായ അല്ലെങ്കിൽ വലിയ കാലതാമസത്തിന് കാരണമാകും. കാരണം അധികം വലിയ ക്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ ഇത്രയധികം പേരെ ഒരു ബൂത്ത് വരുന്ന തരത്തിലേക്ക് പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിക്കരുത്, അതിൽ മാറ്റമുണ്ടാക്കണം. ആ രീതിയിലേക്കുള്ള ആവശ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതുപോലെ തന്നെ 8 കിലോമീറ്ററിലധികം ഒരു പോളിംഗ് സ്റ്റേഷൻ എത്താൻ വേണ്ടി ആളുകൾ യാത്ര ചെയ്യേണ്ട സ്ഥിതി വരെ ഉണ്ടാകുന്നു. ഇത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന മുമ്പ് തന്നെ തദ്ദേശ പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിൽ അതിൽ അടിയന്തരമായ പുനഃപരിശോധന തീരുമാനം ഉണ്ടാകണമെന്ന ആവശ്യവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. സംഗീത. ശരി മഹേഷ്.